നമസ്കാരം. വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് നിരവധിയാണ്. അതിനൊരു കാരണം ആളുകൾ സ്വപ്നം കാണുന്ന പോലെയുള്ള ജീവിത നിലവാരം, മികച്ച വരുമാനം എന്നിവയാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ തെരഞ്ഞെടുക്കുന്ന രാജ്യമാണ് UK, US, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയവ. എന്നാൽ ആളുകളുടെ കുടിയേറ്റത്തിന്റെ അളവ് കൂടിയതും വിസ നിയമങ്ങൾ കർശനമാക്കിയതും മൂലം പല ആളുകൾക്കും അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ചൈന. ഇന്നത്തെ വീഡിയോയിലൂടെ ചൈനയിലെ കെ വിസയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ചൈനയുടെ കെ വിസ എന്ന് നോക്കാം. 2025 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഒരു പുതിയ ഇമിഗ്രേഷൻ വിഭാഗമാണ് ചൈനയുടെ കെ വിസ. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നിവയിൽ വൈദഗ്ധ്യമുള്ള വിദേശ യുവാക്കളെ ആകർഷിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത ചൈനീസ് വർക്ക് വിസ അല്ലെങ്കിൽ സ്റ്റഡി വിസകളിൽ നിന്ന് വ്യത്യസ്തമായി ചൈനയുടെ ഇന്നോവേഷൻ ആവാസ വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകളെയും പുതിയ ബിരുദധാരികളെയും ലക്ഷ്യം വെച്ചാണ് കെ വിസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യോഗ്യതയുള്ള അപേക്ഷകർക്ക് ലോകമെമ്പാടുമുള്ള അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ കുറഞ്ഞത് ഒരു ബാച്ചിലേഴ്സ് ബിരുദം ഉണ്ടായിരിക്കണം. ഇതിനൊരു ചൈനീസ് കമ്പനിയിൽ നിന്ന് സ്പോൺസർഷിപ്പോ തൊഴിൽ ഓഫറോ ആവശ്യമില്ല. ആഗോള പ്രതിഭകൾക്ക് വിശാലമായ പ്രവേശനം നൽകുകയാണ് ഈ വിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൂടിയത്? US H1B വിസ അടക്കമുള്ള വിവിധതരം വിസകളുടെ ചട്ടങ്ങൾ കർശനമാക്കി കുടിയേറ്റം തടയാൻ ശ്രമിക്കുമ്പോൾ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന നയവുമായി ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. ചൈനയുടെ പുതിയ കെ വിസ പദ്ധതി വിദേശ പ്രതിഭകളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നത് ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. H1B വിസയുടെ ചൈനീസ് പതിപ്പാണ് കെ വിസ. H1B വിസയിലെ നിയന്ത്രണങ്ങൾ മുതലെടുത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദഗ്ധരെ ചൈനയിലേക്ക് ആകർഷിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. ചൈന സാങ്കേതിക വിദ്യയിൽ വലിയ തോതിലുള്ള മുന്നേറ്റത്തിനുള്ള ശ്രമത്തിലാണ്. ഇത് ആഗോള പ്രതിഭകളെ ആകർഷിക്കാൻ പറ്റിയ സമയമാണെന്ന് ചൈന കരുതുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയുടെ കെ വിസ അമേരിക്കയുടെ H1B വിസയ്ക്ക് തുല്യമാണെന്നാണ് IT രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ചൈനയുടെ തൊഴിൽ അന്തരീക്ഷവും സാംസ്കാരിക അന്തരീക്ഷവും മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ജോലിക്കായി ചൈന ലക്ഷ്യം വെക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടവരില്ല. കെ വിസയ്ക്ക് ജോലിയുടെ ഓഫർ ലഭിക്കുന്നതിന് മുൻപ് തന്നെ അപേക്ഷകന് അപേക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇളവുകളുണ്ട്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികൾ മൂലം വിദേശ വിദഗ്ധരും വിദ്യാർത്ഥികളും മറ്റ് രാജ്യങ്ങളിലേക്ക് സാധ്യത അന്വേഷിക്കുകയാണ്. വിദേശ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള H1B വിസ ഫീസ് പുതിയ അപേക്ഷകർക്ക് $1,00,000 US ഉയർത്തിയിരുന്നു. അതുപോലെ UK, കാനഡ പോലുള്ള രാജ്യങ്ങൾ അവരുടെ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു. സാങ്കേതിക വിദ്യയിൽ ആഗോള നേതൃത്വത്തിലേക്ക് ചൈന ഉയരുക എന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമാണ്. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ ഗവേഷണത്തിനും വികസനത്തിനും വലിയ സർക്കാർ സബ്സിഡികൾ നൽകുന്നുണ്ട്. ഇതിൽ പല മേഖലകളിലും ലോകത്തിലെ മുൻനിരയിൽ തന്നെയാണ് ചൈന ഇപ്പോൾ. US, UK, കാനഡ പോലുള്ള രാജ്യങ്ങളുടെ കുടിയേറ്റ നയങ്ങളെ ചൈന ഒരു അവസരമായിട്ടാണ് കാണുന്നത്. വിദേശ പ്രതിഭകളെയും നിക്ഷേപത്തെയും സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമായി സ്വയം സ്ഥാപിക്കാൻ ചൈനയെ ഇത് സഹായിക്കുമെന്ന് സെക്യൂരിറ്റി ഇന്റലിജൻസ് സ്ഥാപിതമായ ഡ്രാഗൺ ഫ്ലൈയുടെ ഏഷ്യ മേധാവി പറഞ്ഞു. ചൈനീസ് ബിരുദധാരികൾ വലിയ തോതിൽ വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇത് ചൈനീസ് നേതൃത്വം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണ്. ദശാബ്ദങ്ങളായി പല ചൈനീസ് വിദ്യാർത്ഥികളും പഠനം കഴിഞ്ഞ് US-ലും യൂറോപ്പിലും ജോലി തേടുകയാണ്. ഇക്കാരണത്താൽ മികച്ച പ്രതിഭകൾക്ക് വികസിത രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. ഈ പ്രതിഭകളെ തിരികെ കൊണ്ടുവരാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട്. പല ചൈനീസ് മാതാപിതാക്കളും പാശ്ചാത്യ വിദ്യാഭ്യാസം മികച്ചതാണെന്ന് കരുതുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും ചൈനയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ചൈനയുടെ വികസനം സംബന്ധിച്ച് ഇന്ത്യയിലടക്കമുള്ള പൊതുധാരണ മികച്ചതാണ്. ഇക്കാരണത്താൽ തന്നെ രാജ്യത്ത് നിന്ന് ചൈനയിലേക്ക് പോകാൻ വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് ചൈന ഒരു മികച്ച ഓപ്ഷൻ കൂടിയാണ്.